തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ മുൻ ആൺ സുഹൃത്തിനെ റിമാൻഡ് ചെയ്തു. പോക്സോ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയത്. എന്നാൽ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. നെടുമങ്ങാട് സ്വദേശിയായ 21 വയസ്സുകാരൻ ബിനോയിയെയാണ് പൂജപ്പുര പോലീസ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി ഇന്നലെ അറസ്റ്റ് ചെയ്തത്. 3 വർഷത്തോളം സുഹൃത്തുക്കളായിരുന്ന ഇരുവരും നിരവധി തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യൽ പ്രതി ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുകൂടി തെളിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. മുൻപ് സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്ന ബിനോയ് 2 മാസമായി വന്നിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു. മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. ബിനോയ് കാരണം തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിലും ഒരു പെൺകുട്ടികൾക്ക് ഞാനൊന്നും വരാൻ പാടില്ല. എന്താണെന്നുള്ളത് അതിൻ്റെത് പോലീസ് കണ്ടുപിടിക്കും. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയായ പെൺകുട്ടി ഞായറാഴ്ചയാണ് മരിച്ചത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ സൈബർ ടീം അടക്കം രൂപീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.